എന്ത് വിശേഷം വന്നാലും നാട്ടില് കോഴിക്ക് ഇരിക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അനുമോളുടെ കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ആറിന്റെ കാര്യം പറഞ്ഞ ജിഷൻ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഈ സീസണിൽ പി ആർന്ന് കേട്ട് 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 മടുത്തന്റെ ദൈവമേ. കൊറേ എന്താ പറയാ, ഞങ്ങളുടെ ഫൈല് ഞാനും നാദിരെ എപ്പോഴും പറയുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഈ സീസണിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഈഴവസേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്, പേജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, ലാലേട്ടനെ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, നമ്മുടെ ആളെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴേക്കും കുറെ പശാണത്തിൽ കിടാണൂസ് ഓടി വന്നിട്ട് തുടങ്ങി. കണ്ടോ, ജാതി വെച്ചിട്ട് ആ പെങ്കൊച്ച് കളിക്കുന്നു, ജാതി വെച്ചിട്ട് ആ കൊച്ച് കാർഡ് ഉണ്ടാക്കാൻ നോക്കുന്നു, ജാതി വെച്ചിട്ട് ആ കൊച്ച് വോട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. അത് അയാളുടെ ഇഷ്ടം. ഏതോ ഒരാള് അയാൾ അവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ഇതൊന്നും അറിയാതെ അവിടെ കിടക്കുന്ന അനുമോൾ ഇതിന് എന്ത് സമാധാനം പറയണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് എന്റെ അഭിപ്രായമാണ്, എന്റെ തോട്ട്സ് ആണ്. അതിലകത്ത് പലരും പറയുന്നുണ്ട് ഞാൻ അനുവിന്റെ പി ആർ ആണെന്ന്. അത് ചിലവർ അങ്ങനെ സ്ഥാപിക്കുന്നതാണ്. ഐ ഡോണ്ട് കെയർ ആക്ച്വലി ദാറ്റ്. ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നു. ഇൻ കേസ് ഇപ്പം എന്നെ നമ്മളൊരു കാര്യത്തെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ആ വിഷയമായിട്ട് നമ്മൾ എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം നടക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു, അതിൽ നമ്മുടെ അഭിപ്രായം പറയുന്നു, നമ്മൾ ആ പ്രശ്നം ഉണ്ടാക്കി വിട്ട ആളാന്ന് പറയരുത്. അപ്പൊ ഇയാള് ഇപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് അനുമോൾ എന്ത് മറുപടി തരണം എന്നാണ്? എവിടെ ജാതി വെച്ച് കളിച്ചു, എന്ത് ചെയ്തു എന്നാണ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഇടയിൽ അനുമോൾ ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവുന്ന അപ്പാനും പറഞ്ഞത് പുറത്തൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ മൂലപ്പോലെ ഇരിക്കും എന്നുള്ള രീതിയിൽ ത്രെട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സീസണിൽ മാത്രമാണ് കപ്പെടുക്കാൻ പോണതിന് മുമ്പ് ഈ അടിച്ചാക്ഷേപം, അടിച്ചിടുന്ന രീതിയിലുള്ള ഇത് സംഭവം അവിടെ കണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഇതിന്റെ കൂടെ പറയണമെന്ന് ഞാൻ പറഞ്ഞു പോയിക്കോളാം. നമ്മുടെ ഒരു ഫേക്ക് അലിഗേഷൻ വന്നിട്ടുണ്ടല്ലോ, ലെറ്റർ എഴുതി കൊടുത്തു, നമ്പർ എഴുതി കൊടുത്തു. അതായത് അത് അനുമോള് കറക്റ്റായിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, അനുമോൾക്ക് അച്ഛന്റെ അമ്മയുടെ നമ്പർ മാത്രം അറിഞ്ഞുകൊടുക്കുന്നു. അപ്പൊ പലരും ചോദിക്കും, അപ്പൊ ഈ വിളിച്ച നമ്പർ അറിയില്ല, ഫോണിൽ നിന്ന് കോൾ അറിയാതെ പോയതായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഡെയിലി വിളിക്കുന്ന നമ്പേഴ്സ് നമുക്ക് കാണാപ്പാടായിരിക്കും. 1, 2, 3 പ്രാവശ്യം വിളിക്കുന്ന നമ്പർ ഒന്നും നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയണം എന്നില്ല, അല്ലെ? അതിനകത്ത് ഒരു തെറ്റുമില്ല. എനിക്കും എന്റെ അച്ഛന്റെ നമ്പർ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്പർ മാത്രമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്പർ അറിയണമെങ്കിൽ ഫോൺ തന്നെ എടുത്ത് നോക്കേണ്ടി വരും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അനുമോൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഇവർ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്, അല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോ ആദിലയുടെയും ഉദ്ദേശം എന്തൊക്കെയാണ് ഈ പടച്ചു വിടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു ലേഡിയെ ഇവർക്കൊന്നും ഒരു ഉപദ്രവം ചെയ്യാതെ സ്വന്തം റിസ്ക് എടുത്ത് ബിഗ് ബോസിൽ പോയി ഇത്രയും ദിവസം നിന്ന് ഗെയിം കളിച്ച് ആ പൈസക്ക് കുടുംബം നോക്കാൻ പോണ കൊച്ചിനെ നാട്ടുകാരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അനാവശ്യമായ പ്രശ്നങ്ങൾ ആ കൊച്ചിനെ തലയിലെടുത്തിടുകയും ആ കൊച്ചറിയാത്ത പല കാര്യങ്ങൾക്ക് ആ കൊച്ചു മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് വെള്ളരിക്ക പട്ടണോ?